ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം ചാപ്റ്റർ സമാന്തര വരകൾ പാരലൽ ലൈൻസ് പേജ് 50-ലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. ചുവടെയുള്ള ചിത്രത്തിലെ പച്ച വര നീല ത്രികോണത്തിൻ്റെ വലതുവശത്തിന് സമാന്തരമാണ്. ഈ വര ത്രികോണത്തിന്റെ ഇടതുവശത്തെ മുറിക്കുന്ന ഭാഗങ്ങളുടെ നീളം കണക്കാക്കുക. In the picture below, the green line is parallel to the right side of the blue triangle. Calculate the lengths of the pieces into which this line cuts the left side. അപ്പോൾ നീല ത്രികോണം അതിൻ്റെ വലതുവശത്തുള്ള വശത്തിന് സമാന്തരമാണ് ഈ പച്ചവശം. നമുക്ക് ഈ 6 സെന്റിമീറ്റർ വശത്തിനെ ഈ ഗ്രീൻ ലൈന് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ത്രികോണത്തിന് അതേപോലെ തന്നെ പോയിന്റ്സിനും പേര് കൊടുത്തു. അപ്പോൾ ത്രികോണം ABC, അതിൽ AC-ക്ക് സമാന്തരമാണ് പച്ചവര DE. അത് നമുക്ക് DE പാരലൽ ടു AC, DE സമാന്തരമാണ് AC എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? AB തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഭാഗിച്ച വശങ്ങളാണ്. അപ്പോൾ BD-യും DA-യും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ AD BD. ഇനി AB 6 സെന്റിമീറ്റർ, അത് നമ്മൾ എഴുതി. ഇനി നമുക്ക് DE എന്ന വര BC-യെ 3:5 ഭാഗിക്കുന്നു. അപ്പോൾ BE EC, അത് 3:5, 3:5 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്തുപയോഗിക്കാം? നമ്മുടെ നിഗമനം. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു one of the sides cuts the other 2 sides in the same ratio. അപ്പോൾ ഇവിടെ നമുക്ക് BC-യെയും BA-നെയും DE സെയിം റേഷ്യോ, ഒരേ അംശബന്ധത്തിലാണ് കട്ട് ചെയ്യുക. അതുകൊണ്ട് BD DA എന്തായിരിക്കും? 3:5 തുല്യമായിരിക്കും. ഇനി നമുക്ക് BD കാണാം. BD കാണുന്നതിന് അംശബന്ധങ്ങളുടെ തുക, സം ഓഫ് റേഷ്യോ എത്രയാ? 3 + 5 8. അപ്പോൾ 8-ൽ 3 ഭാഗമായിരിക്കും BD, 8-ൽ 5 ഭാഗമായിരിക്കും DA. അതായത് 3/8, 3/8 ഭാഗം BD, 5/8 ഭാഗം DA. അപ്പോൾ BD 6-ന്റെ 3/8. അപ്പോൾ ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/4, 3-യും 4-ഉം അപ്പോൾ 9/4 കിട്ടും. അപ്പോൾ BD 9/4 സെന്റിമീറ്റർ. AD-യോ 6 × 5/8, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് 3, ഇത് 4, അപ്പോൾ 15/4 സെന്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? AB എന്ന വശത്തിനെ DE എന്ന വര 9/4 സെന്റിമീറ്റർ, 15/4 സെന്റിമീറ്റർ എന്നിങ്ങനെ ഭാഗിക്കുന്നു. ഓക്കെ. The line DE cuts AB into 9/4 centimeter and 15/4 centimeter. കൂട്ടുകാരെ, നമുക്ക് അടുത്ത ചോദ്യം അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.